CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ മണ്ണാർക്കാട് മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരിച്ചുപിടിക്കുമെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നിലവിലെ 1800 വോട്ടുകളുടെ ഭൂരിപക്ഷം മറികടക്കാൻ LDFന് നിഷ്പ്രയാസം സാധിക്കുമെന്നും സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി തമ്മിലടിക്കാൻ ഇത് മുസ്ലിം ലീഗ് അല്ലെന്നും നേതാക്കൾ പരിഹസിച്ചു. LDF വികസന മുന്നേറ്റ ജാഥയുടെ ഷൊർണൂർ നിയോജക മണ്ഡലം വാഹന പ്രചരണ ജാഥ ആരംഭിച്ചു. മുതിർന്ന CPIM നേതാവ് പാലുളി മുഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്തു. വിവിധ കേന്ദ്രങ്ങളിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകി. താനൂർ നിയോജക മണ്ഡലത്തിൽ മാത്രം വിദ്യാഭ്യാസ മേഖലയുടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കായി ഇതുവരെ 211 കോടി രൂപ ചെലവഴിച്ചതായി കായിക വകുപ്പ് മന്ത്രി V. അബ്ദുറഹ്മാൻ താനൂർ നിയോജക മണ്ഡലത്തിലെ പറപ്പൂത്തടം GMLP സ്കൂളിന്റെ പുതിയ കെട്ടിട നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളം ഒന്നാകെ വികസന മുന്നേറ്റത്തിന്റെ പാതയിലാണെങ്കിലും മണ്ണാർക്കാട് മണ്ഡലം വികസന മുരടിപ്പിലാണെന്ന് LDF നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. MLAക്കെതിരെ അഴിമതി ആരോപണവുമായി വിജിലൻസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും നേതാക്കൾ പറഞ്ഞു. ഓരോ ജാഥകളുടെ സ്വീകരണ കേന്ദ്രത്തിൽ അഭൂതപൂർവമായ ജനമുന്നേറ്റം, ആളുകൾ വലിയ ഒരു താല്പര്യം, ഒരാഭിമുഖ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടും ഈ ഗവൺമെന്റിനോടും കാണിക്കുന്നു എന്നതിന്റെ പ്രകടമായ തെളിവാണ്. എല്ലാ ജാഥാ സ്വീകരണങ്ങളും 10,000കണക്കിന് ആളുകളാണ് ഒഴുകിയെത്തുകയാണ്. കുടുംബസമേതം സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ള ആളുകൾ ഒഴുകിയെത്തുകയാണ് ജാഥയെ സ്വീകരിക്കാൻ. അതൊരു വലിയ മുന്നേറ്റമായി ഈ തെരഞ്ഞെടുപ്പിൽ മാറും എന്നതാണ് ഞങ്ങൾ സൂചിപ്പിക്കാറുള്ളത്. കേരളത്തിൽ മുഴുവനും വികസന മുന്നേറ്റ ജാഥ നടക്കുമ്പോൾ മണ്ണാർക്കാട് നടക്കുന്നത് വികസനം മുരടിപ്പിക്കുക ചെയ്ത് ഇവിടുത്തെ MLA അതിനെതിരാ ജാഥ. എന്തെങ്കിലും പറയുന്നത് മണ്ണാർക്കാട് എന്താ നടന്നത്? ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുള്ള സ്ഥാനത്ത് കൊണ്ടുവന്നല്ലാതെ എന്തെങ്കിലും കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടോ MLAക്ക്? ഇവിടെ തുടങ്ങി നമുക്ക് ആര്യമ്പാവിൽ തുടങ്ങാം. ആര്യമ്പാവ് യാത്രീ നിവാസ് അവിടെ സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള അവിടെ നിന്ന് തുടങ്ങാം. ആ ബിൽഡിംഗ് അവിടെ മണ്ണാർക്കാടിന്റെ ടൂറിസം ഡെവലപ്മെന്റിന് അടിത്തറയിട്ട പദ്ധതി അത് അവിടെ നിന്ന് പിടിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ കുമരമ്പത്തൂർ വട്ടമ്പലത്തെത്തിയ ഫയർ സ്റ്റേഷൻ ജോസ് ബേബി MLA കൊടുന്നു. അതും ജോസ് ബേബി കൊടുന്നതാണ്. ഇങ്ങോട്ട് താലൂക്കിലെത്തി മിനി സിവിൽ സ്റ്റേഷൻ ആര് കൊടുന്നതാ? ഇവിടെ പോലീസ് സ്റ്റേഷന്റെ അപ്പുറത്ത് വെറ്റിനറി കോംപ്ലക്സ് ആര് കൊണ്ടുവന്നതാ? നെല്ലിപ്പുഴ KSRTC ബസ് സ്റ്റാൻഡ് ആര് കൊണ്ടുവന്നതാ? നിങ്ങളിതൊക്കെ നോക്ക്, അവിടെ ഇങ്ങനെ പോയി നോക്ക്. അട്ടപ്പാടിയിൽ മുഴുവൻ ഉന്നത വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഉണ്ടാക്കിയത് LDF കൊണ്ടുവന്നല്ലേ? അട്ടപ്പാടി കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രി LDF കൊണ്ടുവന്നല്ലേ? എല്ലാവർക്കും LDF നടപ്പാക്കിയത് ഇതല്ല. LDF കൊണ്ടുവന്നല്ലാതെ സംസ്ഥിതി കൊടുത്ത ഒരു ചുക്ക് മണ്ണാർക്കാടില്ല. വികസന മുരടിപ്പിനെതിരെയുള്ള ഒരു ജാഥ. മണ്ണാർക്കാട് വികസന മുരടിപ്പ് വിജയകം ഒന്നും ചെയ്തില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇത്രയും സാധ്യതകളുണ്ടായിരുന്നു. യാതൊരു വിവേചനമില്ലാതെ എല്ലാ മണ്ഡലങ്ങൾക്കും വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഫണ്ട് കേന്ദ്ര ഗവൺമെന്റ് തികച്ചും നിഷേധാത്മകമായ സമീപമെടുക്കുമ്പോഴും സ്വയം ഫണ്ട് കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങൾ കണ്ടുപിടിച്ച് അത് നടപ്പാക്കി കേരളത്തിലല്ല, രാജ്യത്തിലല്ല, ലോകത്തിന്റെ മാതൃക സൃഷ്ടിച്ച ഗവൺമെന്റല്ല. അത് കൃത്യമായിട്ട് പക്ഷഭേദമില്ലാതെ എല്ലാ മണ്ഡലങ്ങൾക്കും കൊടുത്തു. അത് ഈ മണ്ഡലത്തിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ മണ്ഡലത്തിൽ ഈ ഫണ്ട് ഉപയോഗിച്ച് നടത്തിയ വികസന പ്രവർത്തനങ്ങൾക്ക് അതിന് നേതൃത്വം കൊടുക്കേണ്ടതും അതിന് വേണ്ട സൂപ്പർവിഷൻ കൊടുക്കേണ്ട ആരാണ്? MLA. പക്ഷെ അദ്ദേഹം പരിശോധിക്കണം. അദ്ദേഹം പരിശോധിച്ചിട്ടുണ്ടോ? നടന്ന നല്ല കാര്യങ്ങളെ സംബന്ധിച്ച് ക്രെഡിറ്റ് ആർക്കാണ്? അദ്ദേഹത്തിനാണ്. നടക്കാത്ത കാര്യങ്ങളെ സംബന്ധിച്ച് ക്രെഡിറ്റ് ആർക്കാണ്? അതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റും സഖാവ് പിണറായി വിജയനുമാണ്. അത് വേണ്ട. അദ്ദേഹം തൊട്ടടുത്തുള്ള ഒറ്റപ്പാലം മണ്ഡലം ഉണ്ടല്ലോ, തൊട്ടടുത്തുള്ള കോമാണ്ട് മണ്ഡലം ഉണ്ടല്ലോ, അവിടെയും ഓടിയുണ്ടല്ലോ. അവിടെ ഏത് ജാതി വികസനം നടന്നിട്ടുണ്ട്? ഞാൻ ഓരോന്നും പറയില്ല. പിന്നെ കൺവീനർ മണിയാണ് വിശദീകരിച്ച് പറഞ്ഞു. ഞാൻ എനിക്ക് കിടക്കുന്നില്ല. പക്ഷേ ഈ സാധ്യതകൾ ഉപയോഗിക്കുന്ന രീതിയിൽ വലിയ വീഴ്ച മണ്ണാർക്കാട് MLA ഭാഗത്തുണ്ടായിരുന്നു. അത് പരിശോധിക്കുകയാക്കണ്ട. ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇദ്ദേഹം 3ാമത്തെ പ്രാവശ്യം ജയിച്ചു പോയി. എടത്തനാട്ട് ഏരിയയിൽ നിന്ന് അലനല്ലൂർ പറഞ്ഞ ഒരു പാലം ഉണ്ടല്ലോ, കണ്ണംകൊണ്ട് പാലം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നോ അത് അവിടെ സാധാരണക്കാരെ ആ ആഗ്രഹം സംരക്ഷിച്ചിട്ടുണ്ടാവും. പക്ഷെ എത്ര വർഷമായി? 15 വർഷമായില്ലേ? എന്തുകൊണ്ട് അതിന് ഫണ്ട് വെച്ച് ആ വിഷയം അവസാനിപ്പിക്കട്ടെ? നടത്താൻ കഴിഞ്ഞില്ലല്ലോ. അതുപോലെ ഈ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട പല ആവശ്യങ്ങളും വസ്തുനിഷ്ഠമായി പരിഹരിക്കണം. കഴിഞ്ഞിട്ടില്ല. ആ അല്ലെങ്കിൽ ഒരു ആശുപത്രി ഉണ്ടല്ലോ, ഗവൺമെന്റ് ആശുപത്രി, അതിന്റെ സ്ഥിതി എന്താ?
അതിനുവേണ്ട ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി കഴിഞ്ഞു. വേണ്ട സമയത്ത് ആ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രി ഗവൺമെന്റിന് ശ്രദ്ധയിൽ കൊടുക്കുന്നുണ്ട്. തൻ്റെ മണ്ഡലിക്കൽ ആവശ്യങ്ങൾ ചോദിച്ചു വാങ്ങാൻ MLA ശ്രമിച്ചാൽ യാതൊരു വൈമനസ്യം കൂടാതെ കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ഗവൺമെന്റാണ്. മലപ്പുറം ജില്ലയിൽ ഇതിനേക്കാൾ ലീഗ് ശക്തീകരണങ്ങളിൽ അവിടുത്തെ കാര്യം നടത്തുന്നുണ്ടല്ലോ. രാഷ്ട്രീയ പക്ഷപാതം കാണിക്കാതാണ് ഗവൺമെന്റിന് വേണ്ടി സഹിച്ചു കൊടുക്കുന്നത്. ഇതെന്താ മണ്ണാർക്കാട് മാത്രം പിന്നെ ഒരു വ്യത്യസ്തത? അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ ഓരോന്നും ഇപ്പോൾ മണികണ്ഠൻ പറഞ്ഞു. ഇതിനു മുമ്പ് നടത്തി വികസന പ്രവർത്തന എല്ലാ ക്രെഡിറ്റും ബഹുമാന്യായ മുൻ MLA ജോസ് ബേബിക്കും അതിനു മുമ്പുള്ള ഇടതുപക്ഷ മുന്നണിയുടെ MLA-മാർക്കേ ഉള്ളൂ. ഞങ്ങൾക്ക് ബഹുമാന്യായ MLA ഷംസുദ്ദീനോട്, അഡ്വക്കേറ്റ് ഷംസുദ്ദീനോട് ഒരു വിരോധമില്ല. പക്ഷേ രാഷ്ട്രീയപരമായി MLA നിലയ്ക്ക് മണ്ണാർക്കാടിലെ MLA സ്ഥാനം അലങ്കരിച്ചുകൊണ്ട് 3 ടൈം പൂർത്തീകരിക്കുമ്പോഴും മണ്ണാർക്കാടിലെ അദ്ദേഹത്തിന്റെ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ തരത്തിലുള്ള ഒരു വികസന പ്രവർത്തനം നടത്തിയത് കാണുന്നില്ല എന്നുള്ള കാര്യം ഞങ്ങൾ പറയും. CCN മണ്ണാർക്കാട്. താനൂർ നിയോജക മണ്ഡലത്തിൽ മാത്രം വിദ്യാഭ്യാസ മേഖലയുടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കായി ഇതുവരെ 211 കോടി രൂപ ചെലവഴിച്ചതായി കായിക വകുപ്പ് മന്ത്രി V. അബ്ദുറഹ്മാൻ. താനൂർ നിയോജക മണ്ഡലത്തിലെ പറപ്പൂത്തടം GMLP സ്കൂളിന്റെ പുതിയ കെട്ടിട നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്ര പുരോഗതിയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും താനൂർ മണ്ഡലത്തിൽ ഗവൺമെന്റ് പോളിടെക്നിക് ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി ചടങ്ങിൽ പറഞ്ഞു. നമ്മുടെ ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്ഥാനം പിടിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമ്മുടെ താനൂർ നിയോജക മണ്ഡലത്തിലെ എല്ലാ വിദ്യാലയങ്ങളെയും ഏറ്റവും നല്ല രീതിയിൽ പരിഗണിച്ചു. അതിൽ 4 വിദ്യാലയങ്ങൾക്കാണ് സ്വന്തമായി സ്റ്റേഡിയം ഇപ്പോൾ നമ്മൾ നിർമ്മിച്ചത്. അത് ഫിഷറീസ് ഈ വിദ്യാലയത്തിന് 5 കോടി രൂപ ചെലവിൽ നമ്മുടെ സ്റ്റേഡിയം നിർമ്മിച്ചു. അതിപ്പോൾ നമ്മുടെ കുട്ടികൾ ഉപയോഗിച്ചു വരുന്നു. മറ്റൊന്ന് കാട്ടിലങ്ങാടിയിലും, ഒന്ന് ദേവദാറിൽ, നരമരുതൂർ ഹൈസ്കൂളിൽ ഒക്കെ തന്നെ പുതിയ സ്റ്റേഡിയങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മുടെ കുട്ടികളുടെ പഠന നിലവാരത്തോടൊപ്പം തന്നെ അവരുടെ കായിക പ്രവർത്തനവും ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കാലഘട്ടത്തിൽ 210 കോടി രൂപയുടെ അടിസ്ഥാന വികസനമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മാത്രമായി നമ്മൾ നൽകിയിട്ടുള്ളത്. നമ്മൾ വിഭാവനം ചെയ്ത എല്ലാ പദ്ധതികളും സമയബന്ധിതമായി ഈ ഉദ്ഘാടനത്തോടു കൂടി പൂർത്തീകരിച്ചാൻ കഴിഞ്ഞു എന്നുള്ളൊരു സന്തോഷം കൂടി ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. ഇതിൽ അംഗനവാടികൾ മുതൽ MLA-യുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 40 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കോളേജിൽ ആധുനിക തിയറി പ്രാക്ടിക്കൽ ലാബ് സൗകര്യങ്ങൾ ഒരുക്കിയത്. കൂടാതെ 27 ലക്ഷം രൂപ വകയിരുത്തി കോളേജിനായി പുതിയ ബസ്സും വാങ്ങി. നിലവിൽ 180 വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കുന്നത്. തിരൂർ ജില്ലാ ആശുപത്രി ഉൾപ്പെടെ 10ഓളം സർക്കാർ ആശുപത്രികളെ മാതൃ ആശുപത്രികളായി പരിഗണിച്ച് ഇവർക്ക് ക്ലിനിക്കൽ പരിശീലനം നൽകി വരുന്നുണ്ട്. ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ നാസർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ CDIT ഡയറക്ടർ ഡോക്ടർ ആശ S. കുമാർ സ്വാഗതം പറഞ്ഞു. CCN മലപ്പുറം. LDF വികസന മുന്നേറ്റ ജാഥയുടെ ഷൊർണൂർ നിയോജക മണ്ഡലം വാഹന പ്രചരണ ജാഥ ആരംഭിച്ചു. മുതിർന്ന CPIM നേതാവ് പാലൊളി മുഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്തു. വിവിധ കേന്ദ്രങ്ങളിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകി. ഒരു നയാ പൈസ മോദി ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് കിട്ടി. അങ്ങനെ വളരെ ബോധപൂർവം അവരുടെ ഓശാരമല്ല, സൗജന്യമല്ല, സാധാരണഗതിയിൽ നമ്മുടെ രാജ്യത്ത് സംഭവിക്കുന്ന ഇത്തരം കാര്യങ്ങളിൽ മുൻകാല ഗവൺമെന്റുകളെന്ന് സ്വീകരിച്ചു പോരുന്ന നിലപാട് അത് മുഴുവനും മാറ്റിവെച്ച് ഇത്തരത്തിലൊരു പ്രതികാര നടപടി സ്വീകരിച്ച ഗവൺമെന്റാണ് കേന്ദ്ര ഗവൺമെന്റ്. ആ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ വരുന്ന സമയത്ത് അതിന്റെ ഫലമായിട്ട് വിഷമം അനുഭവിക്കുന്നത് കേരളത്തിലെ ജനങ്ങളാണ്. ആ ജനങ്ങളിൽപ്പെട്ടവരാണ് കോൺഗ്രസുകാരും ലീഗുകാരും BJPക്കാരും എല്ലാം. ആ സഹായം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അവർക്കടക്കം കിട്ടേണ്ടുന്ന ആനുകൂല്യമാണ് നഷ്ടപ്പെടുന്നത് എന്ന് മനസ്സിലാക്കി ആ കേന്ദ്ര ഗവൺമെന്റിനെ തെറ്റിനെ ചോദ്യം ചെയ്യാനോ അതിനെതിരായിട്ട് ശക്തമായ നിലപാട് സ്വീകരിക്കാനോ നമ്മുടെ രാജ്യത്തുള്ള പ്രതിപക്ഷങ്ങൾ തയ്യാറായി. മോദി ഗവൺമെന്റ് എന്താണ് ഉള്ളിൽ വെച്ചത്? കേരളത്തിലെ ജനങ്ങൾ
അവരുടെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാതെ ദൈനംദിന ജീവിതത്തിനടക്കം പ്രയാസം നേരിടുന്ന ഒരു സാഹചര്യം വന്നാൽ ജനങ്ങളാകെ ഗവൺമെന്റിന് എതിരായിട്ട് മാറും. ആ മാറ്റം ഞങ്ങൾക്ക് അനുകൂലമായി മാറ്റിയെടുക്കാൻ കഴിയും എന്നുള്ള ദുഷ്ടലാക്ക് വെച്ചുകൊണ്ടാണ് കേരളത്തിലെ പ്രതിപക്ഷം ആ സംഭവത്തോട് സമീപനം സ്വീകരിച്ചത്. ഇതാണ് കേരളത്തിന്റെ ഒരു അവസ്ഥ. CCN ചെർപ്പുളശ്ശേരി. കൃഷിയിടത്തിൽ പണിയെടുക്കുന്നതിനിടയിൽ കുഴഞ്ഞു വീണ കർഷകൻ ചികിത്സയിലിരിക്കെ അന്തരിച്ചു. ചെത്തല്ലൂർ തെക്കുമുറി ഊരക്കാട്ടിൽ അപ്പുക്കുട്ടഗുപ്തന്റെ മകൻ നാരായണൻകുട്ടിയാണ് മരിച്ചത്. 68 വയസ്സായിരുന്നു. 2 ദിവസം മുമ്പ് ഉച്ചയ്ക്ക് ഊരക്കാടൻ പാടശേഖരത്ത് കൃഷിപ്പണിയിൽ ഏർപ്പെട്ടിരിക്കെയാണ് ഇദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതും കുഴഞ്ഞു വീണതും. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ച് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സ നൽകി വരികയായിരുന്നു. വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെയാണ് മരണം സംഭവിച്ചത്. CCN ചെത്തല്ലൂർ. തച്ചനാട്ടുകര കുണ്ടൂർക്കുന്ന് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും സർവീസിൽ നിന്നും വിരമിക്കുന്ന പ്രിൻസിപ്പൽ PG പ്രശാന്ത് കുമാർ, ഹൈസ്കൂൾ പ്രധാനാധ്യാപകൻ MN പ്രമോദ് എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റുക്സിനി സെയ്ദ് ഉദ്ഘാടനം ചെയ്തു. അക്കിത്തം പറയുന്നത് അക്കിത്തം റിട്ടയർഡതിന് ശേഷം ഇപ്പൊ എന്താ മടുത്തില്ലേ? ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മുറ്റത്തെ മുസ്കുറ്റി പോലും 5 ഇതിലാണ് ഇപ്പോഴാണ് മനസ്സിലായത്. എത്ര കാലം ഇത് മനസ്സിലായില്ലല്ലോ എന്ന വിഷമത്തിലാണ് ഞാൻ. എത്ര കാലം എന്നെ വേസ്റ്റാക്കി. ഇപ്പൊ എന്റെ മുറ്റത്ത് വീണ മുക്കുറ്റി പൂവിന് 5 ഇതളാണ് എന്ന് മനസ്സിലാക്കാൻ ഈ കാലം വേണ്ടി വന്നു. അപ്പൊ ഇതുവരെ ഓട്ടായിരുന്നില്ലേ? അപ്പൊ അങ്ങനെ പ്രശാന്തിനും പ്രമോദിനും രണ്ടുപേർക്കും മുക്കുറ്റി പൂവിന് 5 ഇതളാണെന്നും ആകാശത്തിന്റെ നിറം ഇലയാണെന്നും മഴയ്ക്കും വെയിലുമൊക്കെ ഇതിൻ്റെതായിട്ടുള്ള സുഖങ്ങളും ഗന്ധങ്ങളും പകർച്ചകളും ഒക്കെ ഉണ്ടെന്നുമൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു അപൂർവമായ അവസരമാണ്. കുഞ്ഞിനുമാഷ് പറഞ്ഞ വലിയ കൂടി ചൊല്ലി അല്ലെങ്കിൽ ചൊല്ലി ഞാൻ അവസാനിപ്പിക്കാം. ഒരു വളർത്തുണ്ടൻ കയ്യിൽ. കെ രാജീവ് മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം AK ജയറാം, AK വിനോദ്, ഫൗസിയ ചേങ്ങോടൻ, KK സുധീർ എന്നിവർ ആശംസകൾ നേർന്നു. പ്രധാനാധ്യാപകൻ AM രവീന്ദ്രൻ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ സ്കൂൾ മാനേജർമാരായ TM അനുജൻ, VM വസുമതി, PTA പ്രസിഡന്റ് C രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. CCN ചെത്തല്ലൂർ. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ മണ്ണാർക്കാട് മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരിച്ചുപിടിക്കുമെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നിലവിലെ 1800 വോട്ടുകളുടെ ഭൂരിപക്ഷം മറികടക്കാൻ LDFന് നിഷ്പ്രയാസം സാധിക്കുമെന്നും സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി തമ്മിലടിക്കാൻ ഇത് മുസ്ലിം ലീഗ് അല്ലെന്നും നേതാക്കൾ പരിഹസിച്ചു. ഈ മണ്ണാർക്കാട് എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? നിങ്ങളെ ഒന്നും നടന്നിട്ടില്ല. മണ്ണാർക്കാട് ടൗണിന് മൂത്രമൊഴിക്കാൻ പൊട്ടിയിട്ട് ആശുപത്രി പടി വരെ പോയ ഒന്ന് മൂത്രമൊഴിക്കാനുള്ള സ്ഥലമുണ്ടോ? മുനിസിപ്പാലിറ്റിക്കാർ അന്താരാഷ്ട്ര കേമ വർത്താനം പറയാ. മൂത്രമൊഴിക്കാനൊരു സ്ഥലമുണ്ടോ? നിങ്ങളൊന്ന് പോയി നോക്കിയേ. ഞങ്ങളുടെ പാർട്ടി ഓഫീസിലെ പലപ്പോഴും വന്ന ആളുകൾ കാര്യം നടത്തി പോകുന്നത്. ഒരു പ്രാഥമിക സൗകര്യം ഉണ്ടാക്കണ്ടേ? അടിസ്ഥാന സൗകര്യം ഗവൺമെന്റ് പണ്ടത്ര കൊടുക്കുന്നത്. വഴിയിടാൻ പറഞ്ഞിട്ട് ഓരോ പഞ്ചായത്തിനും ലക്ഷക്കണക്കിന് രൂപയാണ് കൊടുക്കുന്നത്. അതുപോലെ ഇവിടെ ഉണ്ടാക്കാൻ പറ്റാത്ത ആളുകളെ ഇവിടെ ഭരിക്കണത്. ഇതെല്ലാം പറയുമ്പോൾ CPIയുടെ ഉള്ളിൽ പ്രാദേശികവാദം ഉയർന്നു വരുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. എന്ത് പ്രാദേശികവാദം? നിങ്ങൾ എന്ത് കാര്യത്തിലാണ്? ഞങ്ങൾ ഇവിടെ പറയുന്ന എന്താ? ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ഇവിടെ ഒരു പ്രാദേശികവാദമല്ല. ഞങ്ങളുടെ മുന്നണിയിൽ ഏത് സ്ഥാനാർത്ഥിയെ നിർത്തിയാലും ഞങ്ങൾ അതിന്റെ കൂടെയാണ്. ഞങ്ങൾക്ക് ഇതിലൊരു തർക്കമില്ല. ഞങ്ങൾ ലീഗല്ല. ലീഗിനെ പോലെ തമ്മിലൊന്നും ഞങ്ങളിലില്ല. ഞങ്ങൾ ആരെ നിർത്തിയാലും ഞങ്ങൾ അതിന് ജയിപ്പിക്കാനുള്ള പണിയെടുക്കും. ആരെ നിർത്തിയാലും ഇത്തവണ ജയിക്കും. അത് പിടിക്കില്ലേ പ്രാവശ്യം? എന്താ തർക്കം? 1008 ജില്ലകളല്ലേ ആകെ? അതൊക്കെ ആണ് പിടിക്കില്ലേ? 16 ജില്ല ഭൂരിപക്ഷമുണ്ട്. 17 അതൊക്കെ ഈസിയാണ് മറിക്കാവുന്നുള്ളൂ. ജനം മാറിയല്ലേ? 15 കൊല്ലം കൊണ്ട് മനുഷ്യൻ മടുത്തുന്ന്. ആകെ ഒരു വെളിച്ച വിപ്ലവ പറയുന്നത്. വെളിച്ച വിപ്ലവം. അതിന്റെ പേരെന്താ? പൗർണമി. ആ പൗർണമിയുടെ ഓപ്പോസിറ്റ് എന്തറിയോ? അമാവാസിയാണ്. എല്ലാ പൗർണമിക്ക് പിന്നിലും ഞെട്ടിപ്പിക്കുന്ന അമാവാസിയുടെ കഥകളുണ്ട്. നിങ്ങളൊന്ന് അന്വേഷിക്കുക. ഏതെങ്കിലും ലൈറ്റ് ടെൻഡർ വിളിച്ച് സ്ഥാപിച്ചാണെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുക. ഒരു ലൈറ്റ് ടെൻഡർ വിളിച്ച് സ്ഥാപിച്ചിട്ടുണ്ടോ? കൊള്ളയാണ് ഇതിന്റെയൊക്കെ മറവിൽ നടക്കുന്നത്. കമ്മീഷൻ കൊള്ള നടന്നില്ല. 100% എന്താ തർക്കം? നിങ്ങൾ അന്വേഷിച്ചോ? അല്ല, വികസന പ്രവർത്തനങ്ങൾ പറഞ്ഞാൽ ഞാൻ മാത്രമാണ്. ആദ്യം ലൈറ്റ് സ്ഥാപിക്കണതിന്റെ കഥ എന്തറിയോ? ലൈറ്റ് വെച്ച് ഇവര് അതിന്റെ വഴിക്ക് പോകും. കേടുവന്ന പഞ്ചായത്ത് നേരെക്കണം. വൈദ്യുതി ബില്ല് പഞ്ചായത്ത് കൊടുക്കണം. സ്വന്തം വരുമാനം ഇല്ലാത്ത പഞ്ചായത്താണെങ്കിൽ കുടുക്കി പോകും. ഇവർ ഇതിന്റെ പേരിൽ കമ്മീഷൻ അടിച്ച് പോകുന്നല്ലാതെ എന്ത് പണി ഇവിടെ നടത്തുന്നത്? എന്തെല്ലാം പ്രാദേശിക പ്രശ്നങ്ങളുണ്ട് ഈ മണ്ണാർക്കാട് മണ്ഡലത്തിൽ. വികസന പ്രശ്നങ്ങളുണ്ട്. അതിനൊക്കെ പുറംതിരിഞ്ഞ് ചരിത്രമല്ലേ 15 കൊല്ലം. മണ്ണാർക്കാട് മുഴുവനായിട്ട് കാണുന്ന വികസന മുന്നേറ്റ ജാഥ എന്നുള്ള ഫ്ലെക്സുകളാണ് കാണുന്നത്. അത് വികസന മുന്നേറ്റം കേരളത്തിന്റെ പ്രചരണ ജാഥയുടെ
മണ്ണാർക്കാട് മണ്ഡല LDF പ്രചരണ ജാഥ വായിക്കങ്ങളെ നോക്ക്, അത് കേരളത്തിന്റെ കാര്യമാണെന്ന്. കേരളത്തിന്റെ വികസന മുന്നേറ്റം തന്നെ ഞങ്ങൾ പറയുന്നത്. എന്തായാലും തർക്കം ഭരണ പ്രതിപക്ഷ ഭേദമന്യേ എല്ലാ MLA-മാർക്കും ഫണ്ടുകൾ നൽകിയിട്ടുണ്ട് സംസ്ഥാന സർക്കാർ. അത് ഉപയോഗപ്പെടുത്തി നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യണം. ഇവിടെ ഞാൻ പറഞ്ഞിട്ട് നേരത്തെ പറഞ്ഞുകൂടെ, കഴിഞ്ഞ 15 വർഷമായിട്ട് ആകെ പറഞ്ഞ ഇവര് എന്താ കുന്തിപ്പുഴ പാല, അതൊരു അരപ്പാലാണ്. അതിനെ എത്ര കോടി ആദ്യം വകയെത്തി പിന്നീട് എന്ത് സംഭവിച്ചു നമുക്കറിയാം. നമ്മുടെ ബൈപ്പാസ് 5 കോടിയാണ് അതിന്റെ മെയിന്റനൻസ് മാത്രം കഴിഞ്ഞ സമയത്ത് കൊടുത്തത്. ഇല്ല, ചെലവാക്കിയത് മാത്രമല്ല അതിന് ഡ്രെയിനേജ് പോലും ഇപ്പോഴും അവിടെ പല വീട്ടുകാരും കടക്കാരും ബൈപ്പാസിലുള്ള ആളുകൾ മഴക്കാലമായി നേരെ അവരുടെ വീട്ടിലേക്ക് വെള്ളം കയറുകയാണ്. എന്നിട്ട് അവിടെ ഒരു ബാറിന്റെ ഹോട്ടലിന്റെ മുമ്പിൽ ഇവരെ എല്ലാ സൗകര്യം ചെയ്തു കൊടുത്തു. 15 കൊല്ലമായിട്ട് മണ്ണാർക്കാട് ഇങ്ങനെ വികസന മേനി പറഞ്ഞ് നടക്കണ MLA-ക്ക് ഒരു ബൈപ്പാസ് റോഡ് മര്യാദക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞോ? ഒന്ന് കഴിഞ്ഞില്ല. ഉള്ള റോഡ് നവീകരിക്കാൻ കഴിഞ്ഞോ? ഇല്ല. അതിന്റെ മറവില് 50 എത്രയോ കോടികൾ 5 കോടി രൂപ വകയിരുത്തി പറഞ്ഞിട്ട് 50 ലക്ഷം രൂപയുടെ പണി നടന്നിട്ടുണ്ട്. നിങ്ങൾ ആ റോഡിലൊന്ന് പോയി നോക്ക്. നിങ്ങൾ വീണ്ടും ഞാൻ പറയുന്നു, നമ്മളെ ഇവിടെ കൽക്കണ്ടിയിലെ ആൽത്തറയിൽ പോയി നോക്ക്. ഇതിന്റെ മറവിൽ നടന്ന കൊള്ള എത്ര, എല്ലാ വികസനത്തിന്റെ മറവിലും കൊള്ളകൾ, കോടികളുടെ കൊള്ളകൾ കിടക്ക്. എന്താ വികസനം? സ്ഥാനാർത്ഥി ചർച്ചകൾ എവിടെയും എത്തിയിട്ടില്ലെന്നും മുന്നണി ഒറ്റക്കെട്ടായാണ് നീങ്ങുന്നതെന്നും നേതാക്കൾ വ്യക്തമാക്കി. സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനായി നടത്തുന്ന വികസന മുന്നേറ്റ ജാഥയുടെ പ്രചരണാർത്ഥം മണ്ണാർക്കാട് മണ്ഡലത്തിൽ നാളെ മുതൽ മേഖലാ ജാഥകൾ ആരംഭിക്കും. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രവർത്തകരെ സജ്ജരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജാഥകൾ സംഘടിപ്പിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ UT രാമകൃഷ്ണൻ, കൺവീനർ പൊറ്റശ്ശേരി മണികണ്ഠൻ, വൈസ് ചെയർമാൻ KV അമീർ, കമ്മിറ്റി അംഗങ്ങളായ ജസ്റ്റിൻ ജോസഫ്, M ഖാലിദ് എന്നിവർ പങ്കെടുത്തു. CCN മണ്ണാർക്കാട്. താനൂർ ചെറിയമുണ്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന സിമെറ്റ് നഴ്സിംഗ് കോളേജ് കെട്ടിടത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തികളുടെ ഉദ്ഘാടനവും കോളേജ് ബസ് ഫ്ളാഗ് ഓഫും കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ നിർവഹിച്ചു. സംസ്ഥാനത്ത് ജനകീയാസൂത്രണ പ്രവർത്തനങ്ങൾ ശക്തമായതോടെ എല്ലാ മേഖലകളിലും ജനകീയ ഇടപെടലുകൾ ശക്തമായി. രാജ്യത്ത് തന്നെ ഏറ്റവും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്താൻ നമുക്ക് കഴിഞ്ഞത് ഇക്കാര്യത്തിലാണെന്നും മന്ത്രി പറഞ്ഞു. അതിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നമ്മൾ നടത്തുന്നതോടുകൂടി തന്നെ അതിന്റെ വർക്ക് ആരംഭിക്കാൻ കോൺട്രാക്ടർ കഴിയുമെന്നുള്ള വിശ്വാസമുണ്ട്. ഏറ്റവും പെട്ടെന്ന് തന്നെ ആ പ്രവൃത്തി പൂർത്തിയാക്കാൻ PTA കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. കാരണം നമ്മുടെ താനൂരിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ആവശ്യമുള്ള അത്ര ഫണ്ടാണ് നമ്മൾ നൽകിയിട്ടുള്ളത്. ഏകദേശം 211 കോടി രൂപയാണ് നമ്മുടെ താനൂരിൽ മാത്രമുള്ള വിവിധ സ്കൂളുകൾക്ക്, LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി തുടങ്ങിയുള്ള സ്കൂളുകൾക്കും നമ്മുടെ കോളേജ് കൂടി ചെലവഴിച്ചിട്ട് 211 കോടി രൂപ എന്ന് പറയുമ്പോൾ പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന ഒട്ടുമിക്ക വിദ്യാലയങ്ങളും നമുക്ക് ഒരു കെട്ടിടമെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് പൊതുസമൂഹത്തിന് ഏറ്റവും ആശ്വാസം പകരുന്ന പൊതുവിദ്യാലയങ്ങൾ ശാക്തീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നല്ല രീതിയിൽ തന്നെ കേരളത്തിൽ നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു പ്രവർത്തനത്തോടൊപ്പം തന്നെ നമ്മുടെ സിലബസുകളുടെ പരിഷ്കരണം. ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PT നാസർ അധ്യക്ഷനായി. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മണ്ഡലത്തിലെ 7 സ്കൂളുകൾക്കായി 4 കോടി രൂപയാണ് സർക്കാർ വകയിരുത്തിയത്. ഇതിൽ ഉൾപ്പെടുത്തിയാണ് സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. 18 മാസത്തെ കാലാവധിയിൽ പ്രവൃത്തി പൂർത്തിയാക്കും. പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗബ്രുന്നീസ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇബ്രാഹിം, വാർഡംഗം ഷാഹിദ ബാനു എന്നിവർ പങ്കെടുത്തു. CCN മലപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ മണ്ണാർക്കാട് മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരിച്ചുപിടിക്കുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നിലവിലെ 1800 വോട്ടുകളുടെ ഭൂരിപക്ഷം മറികടക്കാൻ LDF-ന് നിഷ്പ്രയാസം സാധിക്കുമെന്നും സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി തമ്മിലടിക്കാൻ ഇത് മുസ്ലിം ലീഗ് അല്ലെന്നും നേതാക്കൾ പരിഹസിച്ചു. LDF വികസന മുന്നേറ്റ ജാഥയുടെ ഷൊർണൂർ നിയോജക മണ്ഡലം വാഹന പ്രചരണ ജാഥ ആരംഭിച്ചു. മുതിർന്ന CPIM നേതാവ് പാലുളി മുഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്തു. വിവിധ കേന്ദ്രങ്ങളിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകി.
താനൂർ നിയോജക മണ്ഡലത്തിൽ മാത്രം വിദ്യാഭ്യാസ മേഖലയുടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കായി ഇതുവരെ 211 കോടി രൂപ ചെലവഴിച്ചതായി കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ. താനൂർ നിയോജക മണ്ഡലത്തിലെ പറപ്പൂത്തടം GMLP സ്കൂളിന്റെ പുതിയ കെട്ടിട നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക്. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.